കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഏതെങ്കിലും ഒരു PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ? അത് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്ന കാര്യമല്ലേ. PR ഏജൻസിൻ്റെ ആവശ്യമില്ലല്ലോ. കേരളത്തിലെ ദേശീയ മാധ്യമങ്ങളായാലും മറ്റ് മാധ്യമങ്ങളായാലും മുഖ്യമന്ത്രിയുടെ അഭിമുഖം താല്പര്യത്തോടു കൂടി സ്വീകരിക്കുന്നവരാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഈ പ്രസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയൊരു കാര്യം, പലരും അഭിമുഖത്തിന് ഇങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടും മുഖ്യമന്ത്രി സമയക്കുറവ് മൂലം കൊടുക്കാത്ത ഒരുപാട് നമ്പറുകൾ അഭിമുഖം പെൻഡിങ് ആണെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഒരു PR ഏജൻസിയുടെ ആവശ്യം ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണല്ലോ. പിന്നെ അതിലിപ്പോൾ നമ്മൾ വേറെ എന്ത് പറയും? ഇടതുപക്ഷ പ്രസ്ഥാനത്തെ CPIM-നെയും ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയാൽ അവസാന ശ്വാസമുള്ള കാലത്തോളം അതിനെതിരെ പൊളിറ്റിക്സ് പറഞ്ഞു തന്നെ പോകും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു PR-ൻ്റെ ആവശ്യമില്ല. കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലമായി കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തി PR-ൻ്റെ സഹായമില്ലാതാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. പിണറായി വിജയനെ നിങ്ങളാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഒരു PR-ൻ്റെ പ്രചരണം ആവശ്യമാണെന്ന്? ഒരിക്കലും ആവശ്യമില്ല. അതെല്ലാം ശുദ്ധ നുണയും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങളാണ്. ഈ ഏജൻസിയെ കുറിച്ചൊന്ന് അന്വേഷിക്കുക. ഈ ഏജൻസി ആരുമായിട്ടാണ് ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തിക്കുന്നതെന്ന് അന്വേഷിക്കും. ഡൽഹിയിലെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഏത് പാർട്ടിക്ക് വേണ്ടി ഏത് വിഭാഗത്തിലുള്ള നേതാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന PR ഏജൻസിയാണ് ഈ കേസർ എന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അവരുടെ നിർദ്ദേശാനുസരണമാണ് ഈ ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇന്റർവ്യൂ സംഘടിപ്പിച്ചു കൊടുത്തത്. ഇതേ ഏജൻസി ഖലീജ് ടൈംസിന് വേണ്ടിയിട്ടും ഇന്റർവ്യൂ സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ഒരു ഇന്റർവ്യൂ വേണമെങ്കിൽ അത് മന്ത്രിമാർ ചോദിച്ചാൽ കറക്റ്റാണ്. മുഖ്യമന്ത്രിക്ക് ഒരു ഇന്റർവ്യൂ വേണമെങ്കിൽ എന്തിനാണ് ഒരു PR ഏജൻസി? പക്ഷെ ഇവിടെ PR ഏജൻസിയെ ഉപയോഗിച്ചു. ഉപയോഗിച്ച ആ PR ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി ബന്ധപ്പെട്ടിട്ടാണ് അവർ ഇന്റർവ്യൂവിന് വന്നത്. മുഖ്യമന്ത്രി ആ ഇന്റർവ്യൂവിന് 2 കൊടുത്തു. വഴി കൂടി പോയ ആരെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ നിങ്ങളുടെ ഏതെങ്കിലും മാധ്യമ സ്ഥാപനത്തിൽ ചോദിച്ചാൽ ഞാൻ ഇരുന്ന് തരുമോ? ഞാൻ എൻ്റെ ഓഫീസ് വഴിയോ ഞാൻ അറിഞ്ഞുകൊണ്ടോ അല്ലാതെ നിങ്ങൾക്കൊരു ഇന്റർവ്യൂ തരുമോ? അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്യൂ അങ്ങനെ. വഴി കൂടി പോയ ആരെങ്കിലും ഹിന്ദുവിൽ വിളിച്ചൊരു ഇന്റർവ്യൂ കൊടുക്കാൻ പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇരുന്ന് ഇന്റർവ്യൂ കൊടുക്കുക. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണ് ഇന്റർവ്യൂ കൊടുത്തത്. എന്നിട്ട് അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം ഇന്റർവ്യൂവിൽ പറയാത്ത കാര്യം അഡീഷണൽ ആയിട്ട് എഴുതി ചേർപ്പിച്ചു. ഇപ്പൊ വീണയിടത്ത് കിടന്നുരുളിയ ഈ ഏജൻസിക്കുള്ള മറ്റു ചില രാഷ്ട്രീയ ബന്ധങ്ങളാണ്. അവരാണ് മുഖ്യമന്ത്രിയെ കൊണ്ട് ഈ വാചകം പറയിപ്പിച്ചിരിക്കുന്നത്. ഇത് ദേശീയ തലത്തിൽ സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന ഒരു പൊളിറ്റിക്കൽ നറേറ്റീവാണ്. വല്ല തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെയാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത്, അതുപോലും കൊടുക്കാറില്ല അദ്ദേഹം ഡൽഹിയിൽ പോയി ഹിന്ദു പോലുള്ള ഒരു പത്രത്തിൽ കൊടുത്തത് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു, ഡൽഹിയിലെ ഏമാനന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും PR ഏജൻസി അങ്ങനെ എഴുതി കൊടുക്കുകയില്ല. PR ഏജൻസി എന്ന് പറഞ്ഞാൽ നമ്മളെ റെസ്പോൺസിബിളുള്ള ഒരു പ്രസ്ഥാനമാണ്. അവരൊന്നും അങ്ങനെ ചോദിക്കാതെയും പെർമിഷൻ ഇല്ലാതെയും അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്ന പ്രശ്നമില്ല. അത് അദ്ദേഹം കൊടുത്തത് തന്നെയാണ്. പിന്നെ എന്തെല്ലാം അദ്ദേഹം തള്ളി പറയുന്നു. ഈ ഒരു കാര്യം മാത്രമാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായി BJPയെ കൊണ്ട് കിട്ടുന്ന ലാഭം ചെറുതല്ല. സാമ്പത്തിക വരുമാനമുണ്ട്. അദ്ദേഹം നിരവധി തവണ ജയിലിൽ പോകേണ്ടുന്ന മുഴുവൻ കേസുകളും ഈ കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസി അന്വേഷിക്കാതെ അദ്ദേഹത്തെ പരീക്ഷിച്ചിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് അറിയാലോ. എണ്ണി പറയേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. PR ഏജൻസി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. നല്ല ഒരു ഉഗ്രൻ ബോംബുമായി ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുന്നത് ഈ മാർഗത്തിലാണ്. കേരളമാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നാണ് മറ്റൊരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മുഖ്യമന്ത്രിൻ്റെ ഓഫീസും മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞിട്ടല്ല PR ഏജൻസി ആണെന്ന് വെക്കുക വാദത്തിന് വേണ്ടി. ആണെങ്കിൽ തന്നെ ഇതിന് ഗൗരവം കൂടുന്നത് എന്താണെന്നറിയോ? ഇവിടെ ഒരു ക്രൈം ഡിസ്ട്രിക്റ്റ് ആണ് എന്ന് വരുത്താൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ വർത്തമാനകാലത്ത് ചർച്ചാ വിഷയമാണ്. ആര് ചെയ്തു എന്നുള്ളത് അവരന്വേഷിച്ച് കണ്ടുപിടിച്ച് പറയട്ടെ. നമ്മൾ ഊഹിച്ച് പറയുന്നത് നിരുത്തരവാദപരമായ സമീപനായിരിക്കും. പക്ഷേ ചെയ്തത് മഹാപാതകമാണ്. PR ഏജൻസിയാണ് പിണറായി വിജയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് മുൻപ് തന്നെ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ പ്രതിപക്ഷം പറയുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തെളിയിച്ചു. 2, ആരാണ് ഈ PR ഏജൻസിക്കാർ? അവർക്കെതിരെ, കാരണം അവരാണല്ലോ ഈ അഡീഷണൽ ന്യൂസ് കൊടുക്കുന്നത്, അവർക്കെതിരെ ദേശദ്രോഹത്തിന് കേസെടുക്കാം. അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞത് പത്രം തിരുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നൊരു വാചകം മാത്രമേ പറഞ്ഞു. ആര് കൊടുത്തു? PR ഏജൻസി ഏതാണ്? എന്തിനൊരു ജില്ലക്കാരെ മുഴുവൻ ദേശവിരുദ്ധരാക്കി? സ്വർണ്ണക്കടത്തും ഹവാല ഏർപ്പാടൊക്കെ കേരളത്തിൽ ഒരുപാട് കാലമായി തുടങ്ങി. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഒരു ജില്ലയെ പേരെടുത്ത് പറഞ്ഞു.